എന്റെ പ്രിയമുള്ളവരെ, ആരും വെറുതെ ഓതണ്ട. ഈ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ ആരും വെറുതെ സ്നേഹിക്കണ്ട. ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഇത് പരിശുദ്ധമായ ഖുർആനാണല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? മരിക്കുമ്പോ ഈമാനോട് കൂടി മരിക്കണമെന്നാണല്ലോ. ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്നാണല്ലോ. അതിനു വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ കിടന്നു മരിച്ചാലും, റോഡിൽ കിടന്നു മരിച്ചാലും, കടലിൽ കിടന്നു മരിച്ചാലും, ഐസുവിനകത്ത് കിടന്നു മരിച്ചാലും, വഅദിന്റെ മജ്ലിസിൽ വെച്ച് മരിച്ചാലും, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതാ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്, ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയിരുന്നിട്ട് വാപ്പാ പറലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് വാപ്പായിക്ക് അറിയാനിട്ടല്ലോ. പറയല് പാടാടോ, പറയല് പാടാടോ. താടിയും തഴമ്പിലും ഒന്നും കാര്യമില്ല. അല്ലാഹുവിന്റെ ഖലീലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടി, പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ അല്ലാഹു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് സ്വർഗമായിരുന്നല്ല. അല്ലാഹുവേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത്. റബ്ബിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഖലീലിന് ഉറപ്പില്ലായിരുന്നു, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന യൂസുഫ് നബി ചെയ്ത ദുആ എന്തെന്നറിയുമോ? റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി പടച്ച റബ്ബിനോട് പറയുന്നു, അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണം വേണം പടച്ചവന്. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം പടച്ചവന്. പ്രവാചകന്മാര് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, പ്രവാചകന്മാര് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തത് എന്തെന്നറിയുമോ? ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആയിഷ ബീബി എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ സുജൂദിലാണ്, നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്. നബി തങ്ങൾ ദുആ
ചെയ്യുകയാണ്. അടുത്തു ചെന്ന് നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരാൾക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ആയിഷ. പടച്ചറബ് കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലടോ. അതുകൊണ്ട് വഴുത് കേൾക്കാൻ വന്നവര് കാരാളികോണം പള്ളിയിലെ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് വെള്ളിയാഴ്ചയായപ്പോ പടച്ചവനെ എത്രയോ പേരെ കൊണ്ടുവന്ന് ജുമാ നമസ്കരിക്കാൻ വന്നവരും ഇടുവരും അവിടെ മയ്യത്ത് നിസ്കരിച്ച് കബറടക്കുമായിരുന്നല്ലോ. ഇന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നില്ല, കഴിഞ്ഞയും വെള്ളിയാഴ്ച കഴിഞ്ഞില്ല. ആരെയാണോ കൊണ്ടുവന്നത്? അതുപോലെ ജനാസകൾ കൊണ്ടുവരുന്ന കാലമൊക്കെ മാറിയില്ലേ? നല്ല മരണം കാണാനില്ലല്ലോ. നല്ല മരണം കിട്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. നല്ല മരണം കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാ അടയാളം കാണോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല മരണം വേണ്ടേ? ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാണ്. ഈമാനുള്ള മരണം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ? പടച്ചറബ്ബേ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. രണ്ടാമത്തെ പ്രതിഫലം എന്നറിയോ? മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ട, ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ തോന്നുമല്ലോ, ആഗ്രഹിച്ചു പോകുമല്ലോ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. അല്ലാഹുവേ, ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. രണ്ട്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. അതിനു വേണ്ടി പരിശ്രമിക്കുക പെങ്ങള്, അതിനു വേണ്ടി പരിശ്രമിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ധാരാളി ഗുണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? റബ്ബേ, കാരാളി ഗുണം പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ മുന്നിൽ ടാർപ്പ വലിച്ചു കെട്ടുമല്ലോ. വീടിന്റെ സൈഡില് നിന്നെ എടുത്തുകൊണ്ട് പോയി മറത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ.
നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു മാറ്റുകയാണ്, മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാണ്, പടച്ചവനെ നിന്നെ ഉളുവെടുപ്പിക്കുകയാ. അവിടുന്ന് നല്ലതുപോലെ തുടയ്ക്കുമല്ലോ, നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ. എന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. എന്നിട്ട് പടച്ചറപ്പേ സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ധാരത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ ഇതാ പൊതിയാൻ പോകുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടില് വല്ലാത്ത തിരക്കാടാ. നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ് വല്ലാത്ത തിരക്കാട്. പടച്ചവനെ ആള് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. ഇവിടുന്ന് പൊതിയുകയാണ്. കാരാളികോണം പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടില് നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ, എടുത്തു വെക്കുമല്ലോ, എടുത്തു വെക്കുമല്ലോ. ചെറുപ്പക്കാരാ, ആരാടാ മോനെ നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്, നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്? പടച്ചവനെ നീ സാധാരണ ഒരാളല്ലല്ലോ, കുടിയനല്ല.